ഹായ് ഹലോ, ദിവസത്തെ ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇച്ചിരി ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെമ്മീൻ എങ്ങനെ മുളകിൽ വെക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട, ഈ ഒരൊറ്റ കറി മാത്രം മതി. അപ്പോൾ പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം വെട്ടി വൃത്തിയാക്കി തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വൃത്തിയാക്കാനായിട്ട് പറ്റി. ഇനി ഇതിനകത്ത് ഒരു ചെറിയൊരു ഞരമ്പുണ്ട്, അതുകൂടെ വലിച്ചു കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിലെ അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ തിളപ്പിക്കാനായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമെല്ലാം ഒഴിച്ചൊരു ചട്ടിയിലാക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവായും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവായും കടുകും എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വേകാനായിട്ട് വെച്ചിരുന്ന ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം നന്നായിട്ട് മാറിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിയും ഉപ്പും കൂടെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെന്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയെല്ലാം വറ്റി കുറുകി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ആഹാ, അടിപൊളി കിഡിലും ടേസ്റ്റാണ്. അപ്പം ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.